മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി സ്മരണയിൽ മനുഷ്യഹൃദയങ്ങളിൽ മനോജ്ഞമായ ദൈവസ്നേഹത്തിന്റെ മധുമഴ പെയ്യാൻ മഹാശുശ്രൂഷകളുമായി ചങ്ങനാശ്ശേരി അതിരൂപത. കരഞ്ഞ് പ്രത്യാശ മങ്ങിയ മാനവമിഴികളിൽ അഞ്ചിത കാന്തി പൊഴിക്കും വിധം വചനത്തിന്റെ അഞ്ജനമെഴുതുവാൻ ഒരു അപൂർവ ശുശ്രൂഷയാണ് അതിരൂപത ക്രമീകരിച്ചിരിക്കുന്നത്. സഖറിയയുടെ പുസ്തകത്തിൽ പലരും വായിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വചനമുണ്ട്. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളെ കൊഴിച്ചെടുത്ത ഖനിയുടെ ഗർഭത്തിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ ഇരട്ടി പങ്ക് നൽകും. സഖറിയയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. മനുഷ്യനൊരു ആത്മസങ്കടത്തിലാണ്. ഉള്ളിൽ പ്രത്യാശയുടെ നനവുണ്ട്, നാമ്പുണ്ട്, പക്ഷേ ജീവിതത്തിൽ പ്രത്യാശ അറ്റു നിൽക്കുന്നു. ഒരു വിധത്തിൽ പ്രത്യാശയുടെ തടവുകാരാണ് നാം എല്ലാവരും എന്ന് പറയാം. അകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയോടെ പുറത്ത് സധൈര്യം പോരാടാൻ നമ്മെ ഒരുക്കത്തക്ക വിധം പ്രത്യേകമായ ഒരു വചന ശുശ്രൂഷയാണ് ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്നത്. ജൂബിലി ബൈബിൾ കൺവെൻഷൻ ഇത്തവണയും നയിക്കുന്നത് ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ്. മാർച്ച് 4 മുതൽ 8 വരെയാണ് ഈ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. അതിരൂപത മുഴുവനും കൺവെൻഷനിൽ സന്നിഹിതമാവുവാൻ, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഒരുങ്ങുവാൻ അഭിവന്ദ്യ പിതാവ് തൻ്റെ സർക്കുലറിലൂടെ അറിയിച്ചു. വന്ധ്യ സഹോദരരെ, പ്രിയ മക്കളെയും, 2025 മാർച്ച് 4 ചൊവ്വ മുതൽ 8 ശനി വരെ ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുകയാണല്ലോ. മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വചനഭാഗമാണ് കൺവെൻഷൻ്റെ പ്രധാന വിഷയം. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ് കൺവെൻഷൻ നയിക്കുന്നത്. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങളേവരെയും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. അഗാധമായ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ ഒരു ജയം നമുക്ക് സാധ്യമാവുകയുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ ബൈബിൾ കൃത്യമായി നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 40 ദിനരാത്രങ്ങൾ മുടങ്ങാതെ ദൈവസന്നിധിയിൽ കരുണയാചിക്കുവാൻ ദൈവജനം കത്തീഡ്രൽ പള്ളിയിൽ ഒരുമിച്ച് ചേരുന്ന കരുണാർത്ഥന ഇത്തവണ കൂടുതൽ പങ്കാളിത്തത്തോടെ നടത്തുവാൻ അഭിവന്ദ്യ തറയിൽ പിതാവ് തൻ്റെ അതിരൂപതയിലെ എല്ലാ വിശ്വാസികളെയും ഉദ്ബോധിപ്പിച്ചു. കേരള ചരിത്രത്തിൽ തന്നെ അപൂർവവും അനന്യവുമാണ് കരുണാർത്ഥന ശുശ്രൂഷ. 40 ദിനരാത്രങ്ങൾ അതിരൂപതയുടെ കേന്ദ്ര ദേവാലയത്തിൽ ദൈവജനം നിരന്തരം ദൈവത്തിന്റെ കരുണയാചിക്കുന്ന ശുശ്രൂഷയാണിത്. ഇത്തവണത്തെ കരുണാർത്ഥന ശുശ്രൂഷ മാർച്ച് 2 ഞായറാഴ്ച വൈകിട്ട് മുതൽ ഏപ്രിൽ 11 40-ാം വെള്ളി വരെയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച ഈശോ നമ്മോട് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്നാണ്. ഈശോയുടെ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ മാർച്ച് 2 ഞായർ വൈകിട്ട് മുതൽ ഏപ്രിൽ 11 40-ാം വെള്ളി വരെ അഖണ്ഡമായി നടത്തപ്പെടുന്ന 40 ദിനരാത്ര ആരാധനയിലേക്ക് കരുണാർത്ഥന എല്ലാവരുടെയും സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം പരിചയപ്പെടുത്താം. വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റു പറ്റിയതെന്ന് കർത്താവ് തന്നെ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, യേശു അവരോട് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവവചനം ഉച്ചരിച്ചുകൊണ്ടാണ് ഈശോ മിശിഹ പോലും പ്രലോഭകനെ ജയിച്ചത്. എടുത്തുപയോഗിക്കാൻ ദൈവവചനം അധരങ്ങളിലുള്ളവൻ തളർന്നു വീഴാതെ ജീവിതത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കും. ഇതിന് ഓരോ വ്യക്തിയെയും ഒരുക്കുവാനാണ് അതിരൂപത വചനത്തിന്റെ നൂറുമേനി എന്ന ശുശ്രൂഷ ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ 10,000-കണക്കിന് ആൾക്കാർ 100-ലധികം വചനങ്ങൾ ഹൃദയസ്ഥമാക്കി ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. നൂറുമേനിയെക്കുറിച്ച് പിതാവ് തന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം കുടുംബ ദൈവവചന പഠന പദ്ധതിയായ നൂറുമേനിയുടെ ഇടവകതല മത്സരം ഏപ്രിൽ 6 ഞായറാഴ്ചയാണ്. ഇനി മുതൽ നൂറുമേനി സീസൺ 3 പഠന പുസ്തകത്തിലെ വചനങ്ങൾ തീവ്രമായി പഠിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരോടും സന്യസ്തരോടും മതാധ്യാപകരോടും അഭ്യർത്ഥിക്കുന്നു. നാലാമത്തെ കാര്യം, ഏത് സമൂഹത്തിൻ്റെയും അഴകും ഐശ്വര്യവും ആ സമൂഹത്തിലെ മുതിർന്നവരാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവവചനം പറയുന്നു, മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി, കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. അതുകൊണ്ട് തന്നെ അതിരൂപതയിലെ സീനിയർ സിറ്റിസൺസിനെ ആദരിക്കുവാനും അവരെ ജ്വലിപ്പിക്കുവാനും ബൈബിൾ കൺവെൻഷന്റെ അവസാന ദിവസമായ മാർച്ച് 8 ഉച്ചകഴിഞ്ഞ് 2 മണി തൊട്ട് 4 മണി വരെ അപൂർവമായ ഒരു ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ സീനിയർ സിറ്റിസൺ ധ്യാനം കൂടിയ എല്ലാവർക്കും 60 വയസ്സിന് മുകളിലുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതമെന്ന് സീനിയർ സിറ്റിസൺ ഡയറക്ടറായ ഫാദർ തോമസ് പ്ലാപ്പറമ്പിൽ അറിയിച്ചു. അഞ്ചാമത്തെ കാര്യം, ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കമായി ഫെബ്രുവരി 28 പ്രാർത്ഥനാ ദിവസമായി ആചരിക്കുവാൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നു. ഇതും പിതാവിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവകകളിലും ഭവനങ്ങളിലും ധ്യാന വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങാം. ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ബൈബിൾ കൺവെൻഷന്റെ വിജയത്തിനായി പ്രാർത്ഥനാ ദിനമായി ആചരിക്കാം. അന്നേ ദിവസം ഇടവകകളിൽ 1 മണിക്കൂർ ആരാധന നടത്തി പ്രാർത്ഥിക്കാം. ഈ 5 ശുശ്രൂഷകളും അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം അതിരൂപതയിലേക്കും ദൈവജനത്തിലേക്കും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും തോൽക്കുന്നില്ല, ദൈവവചനം ഉച്ചരിക്കുന്നവർ ഒരിക്കലും തളരുന്നില്ല. ദൈവത്തിന് സ്തുതി.